വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നത് സംബന്ധിച്ചും ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഷഫീദ്, വളരെ ഗൗരവത്തോടു കൂടി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെ കാണുന്നുണ്ട്. മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് അല്പസമയം മുമ്പ് പുറത്തു വന്നിരുന്നു. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം തുടർ നടപടി എന്നാണ് ആലോചിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആലോചിക്കുന്നുണ്ട് ഷഫീദ്? റിജിത്ത, കർശനമായിട്ടുള്ള ചില നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുമെന്നാണ് അല്പസമയം മുൻപ് 24-നോട് സംസാരിച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ ഗൗരവത്തിലുള്ള അന്വേഷണവും പരിശോധനയും ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുണ്ട്. അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞ കാര്യം, കോഴിക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് നൽകി. വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഇനിയും സർക്കാരിന് വ്യക്തത വരുത്തുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 സ്കൂളിലെ കുട്ടികൾ തമ്മിൽ ചില വിയോജിപ്പുകൾ ഉണ്ടാകുന്നു. അതിനുശേഷം പരസ്യമായി പോര് വിളിക്കുന്നു. ഒരു സ്ഥലം നിശ്ചയിച്ച ശേഷം ഈ കായികമായിട്ടടക്കം ഏറ്റുമുട്ടുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി, അതിലേക്ക് സംഘർഷത്തിലേക്ക് നയിച്ച കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം വേണം. അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഇനി രണ്ടാമത്തെ കാര്യമാകട്ടെ, ഈ കുട്ടികളുടെ കയ്യിൽ എങ്ങനെ ആയുധമെത്തി, നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധമെത്തി, അത് ഏതെങ്കിലും തരത്തിലുള്ള കായിക പരിശീലനത്തിൻ്റെ ഭാഗമായി എത്തിയതാണോ എന്നുള്ളത്. മൂന്നാമത്തേത്, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ ഇതിനോടകം തന്നെ പ്രചരിക്കുന്ന ചില ഓഡിയോ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഷഹബാസിനെ കൊല്ലുമെന്നും കണ്ണെവിടെ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യമാകട്ടെ, ആൾക്കൂട്ടം മർദ്ദിച്ചാരെങ്കിലും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ കേസുണ്ടാകില്ല എന്നൊക്കെ പറയുന്ന മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ എങ്ങനെ എത്തിച്ചു എന്നതടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തും. മാത്രവുമല്ല, ഈ വിഷയത്തിൽ കർശനമായിട്ടുള്ള ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. റിജിത്ത്, ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വെറും 10ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾ, കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്ന രീതിയും അത് നടപ്പാക്കിയതിനു ശേഷം യാതൊരു കുറ്റബോധവുമില്ലാതെ അവർ തമ്മിൽ സംസാരിക്കുന്നതുമൊക്കെ വലിയ ഞെട്ടലാണ് കേരള മനസാക്ഷിയിൽ കേരളത്തിൽ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഓരോരുത്തരിലും ഉണ്ടാക്കുന്നത്. എന്തായാലും കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും. മുഹമ്മദ് ഷഹബാസിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്ന് ഈ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളോട് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.